ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹൈക്ക. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഇന്നൊരു ജ്വല്ലറി ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഈ ജ്വല്ലറീസ് എല്ലാം ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതെല്ലാം ഓണം ഔട്ട്ഫിറ്റിന്റെ കൂടെ മാച്ച് ആവുന്ന കുറച്ച് ജ്വല്ലറീസ് ആണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് മാലയും കമ്മലും കൂടെ ആയിട്ട് സെറ്റ് ആയിട്ട് വരുന്ന ജ്വല്ലറീസ് ആണ്. ഞാൻ ഓണം ഔട്ട്ഫിറ്റ് കളക്ഷന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ, ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യത്തേത് ഞാൻ ഇട്ടേക്കുന്ന ചോക്കർ സെറ്റാണ്. ഈ ഒരു ചോക്കർ നമ്മളെ നെക്കിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതല്ല, കുറച്ച് ലെങ്ത് ഉണ്ട്, എന്നാൽ ഓവർ ലെങ്തും അല്ല. നമ്മുടെ നെക്കിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്ന രീതിയിലുള്ളൊരു ചോക്കറാണ്. ഈ ഒരു ചോക്കർ കൂടുതലും മാച്ച് ആവുന്നത് വൈഡ് നെക്കാണ്. ഇപ്പോൾ ബ്ലൗസ് വൈഡ് നെക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് കുർത്തയുടെയൊക്കെ നെക്ക് വൈഡ് നെക്കാണെന്നുണ്ടെങ്കിലായിരിക്കും ഈ ചോക്കർ കുറച്ചും കൂടി മാച്ച് ആവുന്നത്. ഈ ഒരു ചോക്കറിന് ആൻറ്റീക്ക് ഫിനിഷാണ്. അതുപോലെ തന്നെ സ്റ്റോൺസ് വരുന്നത് മെറൂണും ഗ്രീനും സ്റ്റോൺസ് മിക്സാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ചെയിനിൽ വരുന്ന ഇങ്ങനെ ചെറുതായിട്ട് 3 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് ആ ഒരു ചെയിൻ വന്നേക്കുന്നത്. നല്ല വലിയ ലോക്കറ്റാണ്. പിന്നെ ലോക്കറ്റിൻ്റെ അറ്റത്ത് ഇങ്ങനെ മുത്തുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇയറിംഗ് ജുംക്ക ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ജുംക്കയാണ്. ജുംക്കയിലും മെറൂണും ഗ്രീനും സ്റ്റോൺസ് മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചോക്കർ സെറ്റ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സെറ്റാണ്. ചോക്കറും ഹെവിയാണ്, അതുപോലെ തന്നെ ജുംക്കയും ഹെവിയാണ്. നല്ലൊരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു ജുംക്ക സെറ്റാണിത്. ഈ ഒരു ചോക്കർ സെറ്റിൻ്റെ ഇനി ഒരു ഗ്രീൻ കളറും കൂടി അവൈലബിൾ ആണ്. അതായത് ഗ്രീൻ സ്റ്റോൺ വരുന്ന ഒരു ചോക്കർ സെറ്റും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ചോക്കർ സെറ്റിൻ്റെ റേറ്റ് 258. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ അടുത്ത ജ്വല്ലറി സെറ്റ് ഈ ഒരു പാലക്ക സെറ്റാണ്. ഇങ്ങനെ ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷൻസൊക്കെ ഉള്ളവർക്ക് ഒരു പാലക്ക സെറ്റ് ഒരു മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ ഈ സെറ്റിലെ മാല അത്യാവശ്യം നല്ല ലോങ് ആണ്. ഈ ഒരു മാലയിൽ റൂബി ഇമിറ്റേഷൻ സ്റ്റോണും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു മാലയ്ക്ക് ഒരു ഫിനിഷ് കൊടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ഒരു ലോക്കറ്റും കൂടി ഉണ്ട്. ഇങ്ങനത്തെ ലോങ് മാല കൂടുതലും മാച്ച് ആവുന്നത് ഒരു സെമി ക്ലോസ്ഡ് അല്ലെങ്കിൽ അത്ര വൈഡ് നെക്ക് അല്ലാത്തൊരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലോങ് മാലയൊക്കെ മാച്ച് ആവും. ഈ ഒരു ജ്വല്ലറി സെറ്റിൻ്റെ ഇയറിംഗ് ശ്രദ്ധിച്ചാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെറിയ ഇയറിംഗ് ആണ്. ഈ ഒരു പാലക്ക സെറ്റിൻ്റെ റേറ്റ് 281. പിന്നെ ഇതിൻ്റെ വേറെ ഒരു മെറൂൺ കളറും കൂടി ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ഈ ഒരു പാലക്ക, അതായത് ഒതൻറ്റിക് പാലക്കയുടെ കളറ് ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ പാലക്ക സെറ്റാണ് സെലക്ട് ചെയ്തത്. അടുത്ത ജ്വല്ലറി സെറ്റ് ഒരു ആൻറ്റീക് ജ്വല്ലറി സെറ്റോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ജ്വല്ലറി സെറ്റോ ഒന്നുമല്ല. കുറച്ചൊരു മോഡേൺ ടച്ച് വരുന്ന ഒരു ജ്വല്ലറി സെറ്റാണ്. പക്ഷേ ഇത് നമ്മുടെ ഓണം ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാച്ചായി പോകുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഗ്രീൻ എമറാൾഡ് സ്റ്റോണും അതുപോലെ തന്നെ ആ പെൻഡൻറ്റിൽ കണ്ടോ, അത് കുന്തൻ സ്റ്റോണാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ലോങ് ചെയിൻ സെറ്റാണ്. ഈ ഒരു ചെയിനിലെ എമറാൾഡ് സ്റ്റോൺ വരുന്നത് ടിയർ ഡ്രോപ്പ് ഷേപ്പിലാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇങ്ങനെ ഒരു കണ്ണീർ തുള്ളിയുടെ ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. കമ്മലും അത്യാവശ്യം വലിയ കമ്മലാണ്, ചെറിയ കമ്മലല്ല. ഒരു സ്ക്വയർ എമറാൾഡ് വന്നിട്ട് പിന്നെ കുന്തൻ സ്റ്റോണും എമറാൾഡ് സ്റ്റോണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ്. ഈ ഒരു കമ്മൽ സെപ്പറേറ്റ് ആയിട്ട് ഇടാനും നല്ല രസമാണ്. കമ്മലും അതുപോലെ തന്നെയാണ്, മാലയും അതുപോലെയാണ്. നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ടും ഇടാം. അതായത് കമ്മൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ചുരിദാറിൻ്റെ കൂടെയോ പാർട്ടി വെയർ ചുരിദാറിൻ്റെ കൂടെയൊക്കെ വേറെയും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ്. ഈ ഒരു ഓണം ഔട്ട്ഫിറ്റിൻ്റെ കൂടെ മാത്രമല്ല, വേറെ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും പോകുന്ന ഒരു കമ്മലാണ്. ഈ ജ്വല്ലറി സെറ്റിൻ്റെ റേറ്റ് 252. അതായത് ഇപ്പോൾ നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ ഈ ഒരു കമ്മൽ മാത്രമായിട്ട്, ഇങ്ങനത്തെ സ്റ്റോൺ വരുന്ന കമ്മൽ മാത്രമായിട്ട് വാങ്ങിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 300 ആയിരിക്കും. അപ്പോൾ ഈ ഒരു റേറ്റിന് കമ്മലും മാലയും കൂടെ സെറ്റായിട്ട് കിട്ടുമ്പോൾ അത് കൊള്ളാം. ഇതിൻ്റെ വേറെ കളേഴ്സൊന്നും ഞാൻ കണ്ടില്ല. ഈ ഒരു എമറാൾഡ് ഗ്രീൻ മാത്രമേ ഞാൻ മീഷോയിൽ കണ്ടുള്ളൂ. അടുത്തത് ഒരു ചോക്കർ സെറ്റാണ്. ഈ ചോക്കർ സെറ്റ് ഒരു ആൻറ്റീക്ക് മാറ്റ് ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത്. നമ്മൾ ഇന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ജുംക്ക സെറ്റിന് ശേഷം എനിക്ക് നല്ല ഹെവി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചോക്കർ സെറ്റാണ്. ഈ മാലയിൽ സ്റ്റോൺസ് ഗ്രീൻ സ്റ്റോണും ഉണ്ട്, റെഡ് സ്റ്റോണും ഉണ്ട്, അതുപോലെ തന്നെ കുന്തൻ സ്റ്റോണും ഉണ്ട്. കമ്മൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ്. എനിക്ക് ഈ ഒരു ഇയറിംഗ് തോന്നിയത് നമ്മുടെ ബ്രൈഡൽ സെറ്റിലൊക്കെ വരുന്ന ഇയറിങ്ങില്ലേ, അതുപോലെ ആ ഒരു പാറ്റേണിലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഇയറിംഗ് പോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ചോക്കർ സെറ്റിൻ്റെ ഇയറിംഗും തോന്നിയത്. സാധാരണ ഇങ്ങനത്തെ ഗോൾഡൻ ജ്വല്ലറി വരുമ്പോൾ കുറച്ച് തിളക്കമായിരിക്കും. ഇതങ്ങനെ ഒട്ടും തിളക്കമില്ലാത്ത നല്ല സട്ടിലായിട്ടുള്ള നല്ല മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ജ്വല്ലറി സെറ്റാണിത്. ഇത് ചെറിയൊരു ഹെറിറ്റേജ് ലുക്ക്, നല്ല ട്രഡീഷണൽ ലുക്ക് തരുന്ന ജ്വല്ലറി സെറ്റാണ്.
ഇയറിങ്ങിൻ്റെ അറ്റത്താണെങ്കിലും ആ ഒരു പെൻഡൻറ്റിൻ്റെ അറ്റത്താണെങ്കിലും ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഡ്രോപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഈ ഒരു സെറ്റിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കുന്നത്. ഈ ഒരു കമ്മൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ചോക്കർ സെറ്റിൻ്റെ റേറ്റ് 270. അപ്പോൾ ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഇയറിംഗ് വരുന്ന ചോക്കർ സെറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോ. അടുത്തത് ദേ ഈ ഒരു സിമ്പിൾ എന്നാൽ കുറച്ച് എലഗൻറ്റ് റിച്ച് ലുക്ക് തരുന്ന ഒരു ചോക്കർ സെറ്റാണ്. ഈ ഒരു ചോക്കറും നല്ല ട്രഡീഷണൽ ആൻറ്റീക്ക് മാറ്റ് ഫിനിഷ് വരുന്നതാണ്. റൗണ്ട് ഷേപ്പിൽ ഗോൾഡ് ബീഡ്സ് ആണ്. എന്നിട്ട് സെൻറ്ററിൽ ഓരോ സ്റ്റോൺസും പിങ്ക് കളർ സ്റ്റോണും ഗ്രീൻ കളർ സ്റ്റോണും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഈ ഒരു ചോക്കർ സെറ്റിൻ്റെ ഇയറിംഗ് ഹാങ്ങിങ് അല്ലാത്ത റൗണ്ട് ഷേപ്ഡ് ഇയറിംഗ് ആണ്. സെയിം ആ ഒരു ഗോൾഡ് ബീഡ്സ് വന്നിട്ട് സെൻറ്ററിൽ പിങ്ക് സ്റ്റോൺ ആണുള്ളത്. കമ്മൽ ഭയങ്കര വലിയ റൗണ്ട് ഷേപ്പും അല്ല, തീരെ കുഞ്ഞുമല്ല, ഒരു മീഡിയം സൈസാണ്. ഇതൊരു ആൻറ്റീക്ക് ചോക്കർ സെറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ ഇറച്ച് നിൽക്കാത്ത നല്ല സട്ടിലായിട്ടുള്ള ഒരു എലിഗൻറ്റ് ലുക്ക് തരുന്ന ചോക്കർ സെറ്റാണ്. സാരിയുടെ കൂടെയും സെറ്റ് മുണ്ടിൻ്റെ കൂടെയും കുർത്ത സെറ്റിൻ്റെ കൂടെയും സ്കേർട്ട് ടോപ്പിൻ്റെ കൂടെയും അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല മാച്ച് ആവുന്ന ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന, എന്നാൽ ഭയങ്കര ഇങ്ങനെ ഇറച്ച് നിൽക്കാത്ത അങ്ങനത്തെ രീതിയിലുള്ള ഒരു ചോക്കർ സെറ്റായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ ഈ ചോക്കർ സെറ്റിൻ്റെ റേറ്റ് 202. അപ്പം ഈ ഒരു റേറ്റിന് എന്തായാലും നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ വേറെ പാറ്റേൺ ഒന്നും ഞാൻ മീഷോയിൽ കണ്ടില്ല. അടുത്തത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്വല്ലറി സെറ്റാണ്. അതായത് നമ്മൾ ഇന്നത്തെ ഹാളിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജ്വല്ലറി സെറ്റാണിത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ജ്വല്ലറി സെറ്റ് കൂടുതൽ മാച്ചിങ് ആവുന്നത് സാരീസിൻ്റെ കൂടെയാണ്. ഈ ഒരു മാല അത്യാവശ്യം നല്ല നീളമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 3 ലെയർ പേൾ സ്ട്രാൻഡ്സ് ആണ് വരുന്നത്. ഇനി ഈ മാലയുടെ ലോക്കറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, റാണി പിങ്ക് കളർ വെൽവെറ്റ് ആണ്. എന്നിട്ട് അതിനകത്ത് കുന്തൻ സ്റ്റോൺസ് ആണ്. കുന്തൻ സ്റ്റോൺ കഴിഞ്ഞിട്ടും പേൾസ് ഉണ്ട്. ഈ സെയിം ലോക്കറ്റ് മോഡലിൽ തന്നെയാണ് ഇതിൻ്റെ ഇയറിങ്ങും. ഇയറിങ് അത്യാവശ്യം നല്ല വലിയ ഇയറിംഗ് ആണ്. റാണി പിങ്ക് കളർ വെൽവെറ്റിൽ കുന്തൻ സ്റ്റോണും പേൾസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇയറിംഗ് ആണ്. അപ്പോൾ കമ്മലും മാലയും ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ ഒരു ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് കേരള ട്രഡീഷണൽ സാരിയുടെ കൂടെ മാത്രമല്ല, അല്ലാത്ത സാരീസിൻ്റെ കൂടെയൊക്കെ മാച്ച് ആവും. അപ്പോൾ ഈ ഒരു ജ്വല്ലറി സെറ്റിൻ്റെ റേറ്റ് 212. പിന്നെ ഇതിൻ്റെ വേറെ കളേഴ്സൊന്നും ഞാൻ മീഷോയിൽ കണ്ടില്ല. ഈ ഒരു റാണി പിങ്ക് കളർ മാത്രമേ കണ്ടോളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.